വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. വനംവകുപ്പ് RRT സംഘങ്ങളായി തിരിഞ്ഞ് കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. കടുവയെ പിടികൂടാനുള്ള കൂട് അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ത്വരിതഗതിയിൽ എന്ന് പറയാവുന്ന രീതിയിൽ, കാരണം രാത്രിയാവാൻ ഇനി ഇരുട്ട് വീഴാൻ അധിക സമയമില്ല. 4 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അതിനു മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് പരിശോധനകൾ അതിന് ഒരു ഫലം കാണണമെന്നുള്ളതാണ്. പക്ഷേ ഇനി രാത്രിയും അത് തുടരണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു സന്നാഹങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. RRT സംഘത്തോടൊപ്പം പല ഡിവിഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഡ്രോൺ പരിശോധനയുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ ത്വരിതഗതിയിൽ തന്നെ പരിശോധന നടക്കുകയാണ്. സുർജിത്തും അഭിജിത്തും അവിടെ തുടരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തന്നെയാണ് വീണ്ടും ചേരുന്നത്. സുർജിത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേര് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? കുറച്ചുകൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളുള്ള സ്ഥലം ഈ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഡ്രോൺ പരിശോധന നടക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് നീക്കം നടത്തുന്നുണ്ട്. ഈ കാര്യം വനംവകുപ്പിൻ്റെ ചുമതലയുള്ള DFO തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഡ്രോൺ പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഡ്രോണുകൾ വിവിധ മേഖലകളിൽ നിന്ന് എത്തിക്കും. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരെത്തിക്കും. ചെതലത്ത് റേഞ്ചിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ, അതോടൊപ്പം വയനാട് സൗത്ത് ഡിവിഷന് കീഴിലുള്ള മറ്റ് മേഖലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം, ഒരു ബേസ് ക്യാമ്പ്, RRT ബേസ് ക്യാമ്പ് ഇവിടെ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ സജീവമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കടുവയെ വീണ്ടും കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. RRT സംഘം വനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ പടക്കം ഉൾപ്പെടെ പൊട്ടിച്ച് അതിനകത്തേക്ക് കയറി കടുവയെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ പഗ്മാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ, ഈ കാലടയാളം അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് വനമേഖലയാണ്, തോട്ടമാണ്. തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശമാണ്. ആ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന അവിടെയാണ്, ആ മേഖലയിലാണ് കടുവ സാന്നിധ്യം ഉള്ളത്. അവിടെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ്. ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് ആ കൊല്ലിയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. കൂട് അല്പസമയം മുമ്പ് എത്തിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ തുടരുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയാണ് മൃതദേഹം വിട്ടുകൊടുക്കുക. സംസ്കാരം നാളെയാണ് നടക്കുക. ഈ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ സഹോദരി, അവരുടെ ബന്ധു കൂടിയാണ്, അവരുടെ അമ്മാവൻ്റെ ഭാര്യയാണ് ഈ മരിച്ച രാധ എന്നുള്ള വിവരം കൂടി മിന്നുമണി അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ്. ഇന്ന് രാവിലെയാണ് ഈ വനംവകുപ്പിലെ തന്നെ താൽക്കാലിക വാച്ചറായിട്ടുള്ള അച്ചപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളാണിവർ. അവർ കാപ്പി കുരു പറിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് എത്തിയ ശേഷം നേരെ ബൈക്കിൽ കൊണ്ടുവന്ന്, സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഇവിടെ വിടുകയായിരുന്നു. ഇതിനുശേഷം നേരെ ആ കൊല്ലി ഭാഗത്തേക്ക് കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി അവർ ഇറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. 11 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ മേഖലയിൽ മാവോയിസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നമുള്ള തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇത് കമ്പമലയും മക്കിമലയും എല്ലാം തന്നെ ചേരുന്ന അത്തരത്തിലുള്ള പ്രദേശമാണിത്. അത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ RRT തണ്ടർബോൾട്ട് സംഘത്തിൻ്റെ കോമ്പിംഗ് നടക്കുന്നത്. ആ കോമ്പിംഗ് നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ അസ്വാഭാവികമായ ചില സാഹചര്യം കണ്ടത്. വലിച്ചിഴച്ച് കൊണ്ടുപോയ നിലയിൽ മാത്രമല്ല രക്തത്തിൻ്റെ പാടുകൾ ഇതെല്ലാം തന്നെ കണ്ടു. ഒപ്പം തന്നെ കടുവയുടെ പഗ്മാർക്കുകൾ കണ്ടു. അതേ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും മൃതദേഹം നേരെ ഈ ഇതിൻ്റെ ഓഫീസിന് സമീപത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഈ ഇപ്പോൾ MP-യുടെ പ്രതികരണം വരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ദുഃഖം രേഖപ്പെടുത്തുകയാണ്. സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ്. കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം താൻ പങ്കുചേരുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി ആവശ്യമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരുന്നു. അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വന്യമൃഗ ആക്രമണത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. വീണ്ടും കടുവയെ കണ്ടിരിക്കുന്നു എന്ന വിവരമൊക്കെ ഭീതി ഉണ്ടാക്കുന്ന പശ്ചാത്തലം
പശ്ചാത്തലത്തിൽ അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. തെർമൽ ഡ്രോൺ, നോർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടാതെ കുംകിയാനകളെയൊക്കെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. RRT സംഘം, വിവിധ ഡിവിഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ സംഘവും അങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ ഒരുപക്ഷെ ഇന്ന് രാത്രിയൊക്കെ അവിടെ സംഘാംഗങ്ങളുടെ തെരച്ചിലുണ്ടാകാം. കൂടാതെ പെട്രോളിങ്ങിനായുള്ള RRT സംഘം അതെല്ലാം അവിടെ സജ്ജമാണ്. അങ്ങനെ സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനയിലേക്ക് കടക്കുന്നു. കൂട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉറപ്പ് നൽകി. അതിനുശേഷമാണ് അവർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. മൃതദേഹം അത് പാതി ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തണ്ടർബോൾട്ട് സംഘാംഗങ്ങളാണ്. ഒരുപക്ഷെ തണ്ടർബോൾട്ട് സംഘാംഗം ഈ മൃതദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സംഭവം എന്ന് പുറം ലോകം അറിയും എന്ന് നമുക്ക് ഉറപ്പില്ല. ഇത്തരത്തിൽ കടുവയുടെ ഒരു ഭീതിയുള്ള ഇടമാണ് എന്ന് വനം വകുപ്പ് അങ്ങനെ ഒരു തരത്തിലും ജാഗ്രതാ നിർദ്ദേശം അവിടെ നാട്ടുകാർക്ക് നൽകിയിട്ടില്ല എന്നൊക്കെയുള്ളതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നേരത്തെ നമ്മളോട് പ്രതികരണം നടത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നു. നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുന്നു. 11 ലക്ഷം നഷ്ടപരിഹാരം, അതിൽ 5 ലക്ഷം ഇന്ന് തന്നെ നൽകും എന്നതടക്കം ഉറപ്പുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും കടുവയെ കണ്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശങ്കയായി തുടരുന്നത്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ അത് പരിശോധന തുടരുകയാണ്. കൂടാതെ കൂടുതൽ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്കെത്തും. വെറ്ററിനറി ഡോക്ടേഴ്സിന്റെ സംഘം അങ്ങോട്ടേക്കെത്തും. കുംകിയാനകളെ എത്തിക്കും. അങ്ങനെ ഇനി കടുവയെ പിടികൂടുന്നത് വരെ വിശ്രമമില്ലാതെ ഈ സംഘം നീങ്ങും. അങ്ങനെയല്ലേ? എന്തായാലും കൂടുവെക്കൽ നടപടി തുടങ്ങുന്നു. കൂടുവെക്കൽ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിക്കുന്നു. ഒപ്പം തന്നെ ഡ്രോൺ പരിശോധന മറുഭാഗത്ത് നടക്കുന്നു. RRT സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ അതും നടക്കുന്നു. അങ്ങനെ വളരെ സജീവമായ രീതിയിൽ ഉള്ള ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഈ ദൗത്യം എന്തായാലും കടുവയെ പിടികൂടുക, അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള തരത്തിലേക്ക് അങ്ങനെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ സ്റ്റാഫുകളെ ഇവിടേക്ക് എത്തിക്കുന്ന കാര്യം വനം വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പരമാവധി വേഗത്തിൽ തന്നെ കൂടുതൽ സ്റ്റാഫുകളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി സംഘവും ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഇവിടേക്ക് എത്തിയ മുറയിൽ തന്നെ മറ്റ് നടപടികളിലേക്ക്, അതായത് കടുവയെ സ്പോട്ട് ചെയ്താൽ സ്വാഭാവികമായും വെടിവെക്കുന്ന ഉൾപ്പെടെയുള്ള ആ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ്. ഇപ്പോൾ നിലവിൽ 12 ബോർ പമ്പ് ആക്ഷൻ ഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക ടീം മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെതലത്ത് റേഞ്ചിന് കീഴിലുള്ള ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷന്റെയും ഒപ്പം തന്നെ പുൽപ്പള്ളി സ്റ്റേഷന്റെയും പരിധിയിൽ നിന്നുള്ള കൂടുതൽ ജീവനക്കാർ ഉടൻ തന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകും. പഞ്ചാരക്കൊല്ലിയിൽ ഇതിനകം തന്നെ RRTയുടെ ഒരു ബേസ് ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ബത്തേരി ടീമും ഇവിടെ ഉണ്ടാകും. ബത്തേരിയിൽ നിന്നുള്ള വനംവകുപ്പ് RRT സംഘവും ഇവിടെ ഉണ്ടാവും. തെർമൽ ഡ്രോണുകളും സാധാരണ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള തെരച്ചിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ക്യാമറ ട്രാപ്പുകൾ ഇതിനകം തന്നെ വയനാട് നോർത്ത് ഡിവിഷനിൽ നിന്നുള്ള ട്രാപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ അകത്ത് ദൃശ്യം പെട്ടാൽ മാത്രമേ ഇതിനകത്ത് ഏതാണ് കടുവ. എന്തായാലും കടുവയ്ക്കായുള്ള തെരച്ചിൽ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാം വിദഗ്ധ സംഘങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തെർമൽ ക്യാമറകൾ ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു